ഓപ്പയോ ഉടപ്പറന്നോളും എന്നുള്ള ബന്ധത്തിലല്ല, പെണ്ണിന്റെ തള്ള എന്നുള്ള അർത്ഥത്തിലാണ് നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത്. ഓപ്പയുടെ മോനെ കൊണ്ട് ഓപ്പയുടെ അനന്തരവളെ കല്യാണം കഴിപ്പിക്കുന്നതിന് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഇനിയിപ്പോ ചെറുക്കന്റെ അമ്മ എന്നുള്ളത് എനിക്ക് തനിക്ക് വല്ല അഭിപ്രായം പറയാനുണ്ടോ, അതോ ഞാൻ തന്നെ തീരുമാനിച്ചാൽ? എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. എന്താ അത്? ലതികയെ പ്രസവിച്ചപ്പോഴേ നമ്മൾ തീരുമാനമെടുത്തതാ അവള് ശ്രീകുമാറിനുള്ളതാണെന്ന്. അതെ, പക്ഷെ അതിപ്പോ എടുപിടിയിൽ കയറി നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ. ഉണ്ട്, അത് ഉടനെ നടത്തണം. എന്താ ഇവിടെ ഇരുന്ന് പറയാനുള്ളതേ ഉള്ളൂ, രഹസ്യമൊന്നുമല്ല. ചെവി അങ്ങോട്ട് മാറ്റി വെച്ചേ. അതെ, പ്രായമായ പിള്ളേരാ, അത് തന്നെ. അത്രേ ഉള്ളു. തന്റെ ഒരു വെപ്രാളം കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് പെണ്ണിനുമല്ല, ചെറുക്കൻ ഇന്നലെ വന്നിട്ടേ ഉള്ളേ. അല്ല, അമ്മയുടെ അഭിപ്രായം ചോദിച്ചില്ല. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവിടെ ഉള്ളൂ. അതെ, ഇവിടെ അമ്മയുടെ അഭിപ്രായം എന്താ? എന്താ അമ്മയുടെ അഭിപ്രായം? അഭിപ്രായം വേണ്ടിയിരുന്നില്ല. എന്നാൽ ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇക്കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവരൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാണ് ആദ്യം വേണ്ടത്. അങ്ങനെ കാര്യത്തിലേക്ക് കിടക്ക്. വിളിച്ച് ചോദിക്കരണ്ടിനെയും. വിളിക്കാം, ചോദിക്കാം. ശ്രീകുമാര, എന്തോ ഗൾഫിലാണ്, ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഭാവമൊന്നും എന്റെ മുമ്പിലില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും പെടുക്കും. ഞങ്ങളുടെയൊക്കെ കാലത്ത് 4 പേരുടെ മുമ്പ് വെച്ച് പുടവ കൊടുത്ത് മാല ഇട്ടതിന് ശേഷമേ പെണ്ണും ചെറുക്കനും ഒരുമിച്ച് പെരക്കാത്ത കയറൂ. അതൊരു ചടങ്ങ് തന്നെയായിരുന്നു. അവിടൊക്കെ മറിച്ചായിരിക്കും. ദുബായിലേ തന്നെ വിളിപ്പിച്ചത് തന്റെ പ്ലാനൊക്കെ ഒന്ന് അറിയാനാ. ലീവ് എത്ര നാള്, ഇനിയത്തെ വരവ് എപ്പോ? ഇപ്പോഴത്തെ ലീവ് 10-40 ദിവസമുണ്ട്. പോയാ പിന്നെ 2 വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരാൻ പറ്റൂ. തനിക്ക് അച്ഛനോടൊരു പേടിയും ബഹുമാനവും ഒക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാലും ഉള്ള കാര്യം നേരെ ചോദിച്ചറിയാനുള്ളതിനെ ചുമ്മാ ചാണ ഗുണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, നിനക്ക് കല്യാണം കഴിഞ്ഞ ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല ചേച്ചി, അവളുടെ പരീക്ഷ എഴുതിക്കോട്ടെ. അടുത്ത വരവിനല്ലേ ലതിക ഞാൻ കൊണ്ടുവന്നുള്ളൂ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുക. നമ്മള് വെറുതെ അച്ഛനും അമ്മയും കളിക്കാവുന്നല്ലാണ്ട്. നീ എന്താ പറഞ്ഞേ? ഇത്തവണത്തെ ഉത്സവത്തിന് 27 ആന ഉണ്ടെന്ന് പറയായിരുന്നു. 27 ആന. നമ്മുടെ കേശവനാരല്ലേ പ്രസിഡന്റ്? പോയി എന്താ ഇത്? ഇത് ഒരു തരം മരുന്നാ. എന്തിനുള്ളതാ? ഇത് പല്ലുവേദന, നെഞ്ചുവേദന, വയറുവേദന, തലവേദന, ഉളുക്ക്, പനി, ജലദോഷം. അവിടെ വെച്ച് ഇത് കഴിക്കാറുണ്ടോ? എപ്പോഴൊന്നുമില്ല, അസുഖം തോന്നുമ്പോ മാത്രം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മാവന് സുഖമില്ലെന്ന് പറയുന്ന കേട്ടു. നമുക്ക് ഇത്തിരി കൊടുക്കാം. അമ്മാവാ, പതുക്കെ. മരുന്നല്ലേ, പിന്നെന്താ പതുക്കാക്കുന്നേ? അമ്മാവാ, എന്റെ പൊന്നു മോളല്ലേ, അലമ്പാക്കല്ലേ. ശരി, ഇനി മേലാൽ ഇത് തുടരുത്. മേലാലെന്ന് പറഞ്ഞാൽ? മേലാൽ ചാകുന്നത് വരെ. അയ്യോ, അത് കുറച്ച് കടന്ന കൈയായി പോയല്ലോ മോളെ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ്. സത്യം ചെയ്യുന്നോ ഇല്ലയോ? അല്ല പ്ലീസ്, സത്യം ചെയ്യാം. പിടിക്കും. ഇനി മേലാൽ ഈ സാധനം ഞാൻ കൈ കൊണ്ട് തൊടുന്നതല്ല. എന്താ മോളെ വിളിച്ചത്? അയ്യോ, ചതിച്ചോ? എന്താടാ? ഒന്നുമില്ല. നീ എന്താ പുറകിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ചോദ്യം? ഒന്നുമില്ല. ഞാൻ പറയാം മാവാ, അത് മരുന്നോ? എന്തിനുള്ളതാ? അതൊരുമാതിരി എല്ലാ അസുഖത്തിനും പറ്റുമെന്നാ ശ്രീയേട്ടൻ പറയുന്നത്. അതൊന്നും എല്ലാ അസുഖത്തിനും പറ്റുന്നൊരു മരുന്ന്. അമൃതോ? ചോദിച്ചു കേട്ടില്ലടാ, എന്ത് മരുന്നാണെന്ന്. അത് കഴിക്കാനുള്ളതാ, പുറത്തു പറയാൻ കൊള്ളില്ലെന്ന്. പുറത്ത് പറയാൻ കൊള്ളില്ലാത്തൊരു മരുന്നുണ്ടോ? നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറുന്നേ. നീ ആ കൈ ഇങ്ങോട്ട് നീട്ടേടാ. കൈ ഇങ്ങോട്ട് നീട്ടാൻ. നിങ്ങളൊന്ന് മണത്ത് നോക്കിയേ. എന്താ, അത് തന്നെയല്ലേ?
ചെറുക്കനെ പേടിച്ചാണോ സത്യം പറയാത്തെ? അത് തന്നെയല്ലേ ഒന്ന്. അതെ, അത് തന്നെ. നീ എന്ത് ഭാവിച്ചുണ്ടാടാ? എങ്ങാണ്ട് എടുത്താ പൊങ്ങാത്ത ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം ചെയ്യാമെന്നോ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ സ്വഭാവം? ചോദിക്കാൻ പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചാ ഈ തോന്നിവാസം? ഇല്ല അച്ഛാ, ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശയ്ക്കോ? അടിച്ച് നിന്റെ വേണ്ട മാവ, ഇനി തൊടില്ലെന്ന് ശ്രീയുടെ സത്യം ചെയ്തു. സത്യം ചെയ്തോടാ. നിങ്ങൾ ആ ഗ്ലാസ് ചെന്ന് അതിങ്ങോട്ട് തരാൻ. ആഹാ, മണത്തോണ്ടങ്ങ് നിക്കുക. ഊണ് കഴിക്കാൻ വന്നാട്ടെ. പാടി പാടാ. ആണായിട്ടും പെണ്ണായിട്ടും ഒരുത്തനെ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ലാളിച്ച് ലാളിച്ച് എന്തും ചെയ്യാവുന്ന ഇല്ലേ? ആഹാ, നീ രാവിലെ മുതലേ അകത്ത് കയറി കഥയടച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എവിടെ എവിടെ എവിടെ? ഇത് താഴെയുണ്ട്. ഇതേതനം വെള്ളം ഒഴിക്കേണ്ടതോ ഒഴിക്കേണ്ടാത്തതോ? അത് ശീലം പോലെ ആകാം. എനിക്ക് ഒന്നും ശീലമില്ലാത്തതുകൊണ്ടാ നിന്നോട് ചോദിച്ചത്. ശാസ്ത്രം തെറ്റിക്കണ്ട. ആഹാ, നീ അങ്ങോട്ട് ചെല്ലേ. അവൾ ചെന്ന് നിന്റെ അമ്മയോട് പറയും. അവൾ എന്നെ മൂക്കൊണ്ട് അരിശ്രീ വരപ്പിക്കും. ചെല്ല, അതിവിടെ ഇരിക്കും. നീ ചെല്ലേ, ചെല്ല. ഗംഭീരവശം കഥ. ഗോപാലനാശാന്റെ പാഞ്ചാലി. എനിക്കന്ന് 10-12 വയസ്സേ പ്രായം ഉണ്ടാവും. ശ്രീവേഷം എന്ന് പറഞ്ഞാൽ ആശാന്റെ വേഷാ വേഷം. കണ്ടിട്ടുണ്ടോ വരരെ? കേട്ടിട്ടുള്ളൂ. ആ, കണ്ടാലേ മനസ്സിലാവും. ഒരു അതിശോക്തിയില്ല എന്റെ വരരെ. കൊത്തിയാവും. ഞാനെന്ത് ചെയ്തു? കളി കഴിഞ്ഞ് ആശാൻ അരങ്ങത്തുനിന്ന് ഇറങ്ങിയപ്പോ ഞാനും പുറകെ കൂടി കൂട്ടുവരയിലേക്ക്. എന്തിനാ? എന്തിനായിരിക്കും? അതിപ്പോൾ പറഞ്ഞില്ലേ, പെണ്ണ് തന്നെയാണെന്നാ എന്റെ ധാരണ. വേഷം മാറുന്നൊന്ന് കാണുക, അത്രേ ഉള്ളൂ. ഈ കൗമാര കൗതുകം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. പുടവ അഴിച്ചപ്പോഴല്ലേ എന്റെ വരരെ ചെണ്ടക്കോല് പോലെ വളഞ്ഞ 2 കാലും വസൂരിക്കുത്തുള്ള മുഖവും. എന്താ ഒരു മണം? അതെ, ഗൗരിക്കുട്ടി ഇവിടെ ഇല്ല. അനന്തരവളുടെ പാചകമാ. മണം കേട്ടാ അറിയാൻ ഗുണം. മണം കേട്ടിട്ട് മീനാവാനാ വഴി. മീനോ? ആർക്കറിയില്ലേ? കാവുങ്ങാട്ടിലത്തെ തിരുമേനിയാ എന്റെ അച്ഛൻ. എന്റെ ഓർമ്മയായിട്ട് ഇന്ന് വരെ ഈ വീട്ടിൽ ഈ വക സാധനം ഒന്നും കേട്ടിട്ടില്ല. ഇത് ഉരുളക്കിഴങ്ങ് മസാലയാവാനാ വഴി. എന്തായാലും ഇത് മീൻ തന്നെ. എന്നാ വാരര് ചെല്ലേ. ഊണിന് മുമ്പ് ഒരു കുളിയുള്ളത് മുടക്കണ്ട. ആ അത്താഴപ്പൊലി നിന്നോട് വരണം. കഥ ബാക്കി കിടക്കുന്നു. പിള്ളേരാ ഞാനില്ല. അയ്യോ അല്ല, അവരാ പിള്ളേരെ. അടിക്കല്ലേ, കുളിക്കാം. ഓ കേട്ടു.